സദൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് മുട്ടുങ്ങൽ പാടശേഖരത്തിലാണ്. മുട്ടുങ്ങൽ പാടശേഖരത്തിൽ ഒരു വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാർഷിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ ഈ പാടശേഖരത്തിൽ ഉള്ള വെള്ളങ്ങൾ അത് ഒഴുകിപ്പോകുന്നത് ഈ ചെറിയ ഒരു ഓവുചാലിൽ കൂടിയാണ്. വർഷങ്ങളായി ഇവിടുത്തെ കർഷകർ ഈ ഓവുചാല് വലുതാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇതുവരെ അത് പരിഹാരമുണ്ടായിട്ടില്ല. അപ്പോൾ അതുമായി സംബന്ധിച്ച ഒരു പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ കാർഷിക പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ നമ്മൾ സദൻ ന്യൂസ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മുട്ടുങ്കൽ ഈ പാടശേഖരവുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു പ്രദേശവാസിയാണ്. വർഷകാലങ്ങൾ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിന്റെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത്? പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം പെട്ടെന്ന് ഒഴിഞ്ഞു പോകാത്തതിൻ്റെ കാരണത്താൽ കൃഷികൾ വളരെയധികം നാശത്തിലേക്കാണ്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പ്രദേശവാസികൾക്ക് മഞ്ഞപ്പിത്തം ഇങ്ങനത്തെ പോലത്തെ പല അസുഖങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇത് വെള്ളം ഒഴിഞ്ഞു പോകാൻ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. അതിവിടെ വന്ന് നോക്കിയാൽ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഇത്രയും വലിയൊരു പാടത്തുള്ള വെള്ളം പോകണമെങ്കിൽ കുറച്ച് വലിയ വീതിയുള്ളൊരു ഓവനെങ്കിലും വേണം. ഒന്നുമില്ലാത്തൊരവസ്ഥയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിന് ശാസ്ത്രമായ പരിഹാരം ആവശ്യപ്പെട്ട് ഇവിടുത്തെ കർഷകരും ഇവിടുത്തെ പ്രദേശവാസികളും ബന്ധപ്പെട്ട അധികർക്ക് പരാതി നൽകിയിരുന്നില്ലേ? പരാതി നൽകിയിട്ടുണ്ട്. ഇതുവരെ പരിഹാരമൊന്നും ആയിട്ടില്ല. പരിഹാരം ആവുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ ആയിട്ടില്ല. അത് പെട്ടെന്ന് ചെയ്യാനുണ്ടെങ്കിൽ ഈ വർഷകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ കൃഷികളും എല്ലാം മൊത്തം നശിച്ചു പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ സ്ഥിതി കിടക്കുന്നത്. മാത്രമല്ല വർഷകാലം ഈ മുട്ടുങ്ങൽ ഈ പാടശേഖരത്തിന് ചുറ്റും നിരവധി കുടുംബങ്ങളാണ്. ഒരുപാട് കുടുംബങ്ങളുണ്ട്. പകർച്ചവ്യാധി അടക്കമുള്ള രോഗങ്ങളുടെ സാധ്യത. അതെ. പ്രത്യേകിച്ച് മലമ്പനി, മഞ്ഞപ്പിത്തം സാഹചര്യത്തിൽ മഞ്ഞപ്പിത്തം എല്ലാ അസുഖങ്ങളും പകർച്ചവ്യാധി പനികളൊക്കെ വരുന്ന ടൈമാണല്ലോ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണുമെന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള എല്ലാവരും ആവശ്യം.